പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഫാത്തിഹ സൂറത്ത് നാം ഓതേണ്ട 11 വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളെ കുറിച്ചാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ കരുണക്കടലായ പരമദയാലുവായ അള്ളാഹ് എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ. എല്ലാവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയൂ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുന്ന ദിക്ർ ഹംദ് വലിയ പോരിശയുള്ളതാണ് എന്നും 70 രോഗങ്ങൾക്ക് മരുന്നാണ് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഫാത്തിഹ സൂറത്ത് ഓതിയിരിക്കേണ്ട വ്യത്യസ്തങ്ങളായ 11 സ്ഥലങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും പഠിക്കേണ്ട സൂറത്താണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത്. മറ്റുള്ള സൂറത്തുകൾ പഠിക്കൽ നിർബന്ധമില്ല, പക്ഷേ ഫാത്തിഹ സൂറത്ത് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും കാണാതെ പഠിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫാത്തിഹ സൂറത്ത് നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട 1-ാമത്തെ സ്ഥലം 5 വക്ത് ഫർള് നിസ്കാരങ്ങളിലാണ്. 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ശരിയാകൂല. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതാത്തവർക്ക് നിസ്കാരമില്ല. ഒരാൾ നിസ്കരിച്ചു, പക്ഷേ ഫാത്തിഹ സൂറത്ത് ഓതിയില്ല, അവനിക്ക് നിസ്കാരമില്ല. ഇനി ഫാത്തിഹ സൂറത്ത് ഓതുകയാണെങ്കിൽ തന്നെ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത്. ചില ആളുകൾ ഫാത്തിഹ സൂറത്ത് പോകും, അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെയാണ്, അങ്ങനെ അടിച്ചുവിടും. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതരുത്. അതിന്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. നീട്ടാനുള്ള ഭാഗത്ത് നീട്ടണം, മണിക്കേണ്ട ഭാഗത്ത് മണിക്കേണ്ടതുണ്ട്. തജ്വീദിന്റെ നിയമമില്ലാതെ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല. അപ്പൊ ഉസ്താദേ, ഒരാൾക്ക് ഫാത്തിഹ സൂറത്ത് കാണാതെ അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? കാണാതെ അറിയില്ലെങ്കിൽ ഫാത്തിഹ സൂറത്ത് നിർബന്ധമായും കാണാതെ പഠിക്കണം. ഒരു മനുഷ്യന്റെ, മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഫർള് ഐനാണ്. മക്കൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. മക്കൾ മദ്രസയിൽ പോകണ്ട ഉസ്താദേ, മക്കൾക്ക് ഫാത്തിഹ സൂറത്ത് അറിയും, എന്റെ ഭാര്യക്ക് അറിയും, എനിക്കറിയില്ല. ഭാര്യക്ക് പറഞ്ഞാ പോരാ, മക്കൾക്ക് അറിഞ്ഞാ പോരാ. ഓരോ വ്യക്തികൾക്കും പഠിക്കൽ നിർബന്ധമാണ് ഫാത്തിഹ സൂറത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ഫാത്തിഹ സൂറത്ത് ഓതേണ്ട 2-ാമത്തെ സ്ഥലം, രോഗശമനത്തിന് വേണ്ടി ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ്. അതുകൊണ്ടാണ് ചില മഹാന്മാരുടെ അടുത്തേക്കൊക്കെ പോയാൽ അവർ ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചു തരും. അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കലേക്കൊക്കെ പോയാൽ അത്തിപ്പറ്റ ഉസ്താദ് ചെയ്തിരുന്നത് ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചു തരുമായിരുന്നു. അങ്ങനെ പല ഉസ്താദുമാരും വലിയ ആരിഫീങ്ങളും മഹാന്മാരും ഒക്കെ ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചില സഹാബിമാരോട് രോഗം വന്നപ്പോ ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുത്ത് നബിയാണ് പറയുന്നത്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗത്തിനും മരുന്നാണ്. ഏത് രോഗത്തിനത് പറ്റും. സാമ്പത്തികമായ പ്രയാസത്തിനും, ശാരീരികമായ പ്രയാസത്തിനും, മാനസികമായ പ്രയാസത്തിനും അത് പറ്റും. നിങ്ങൾ എന്താ മനസ്സിലാക്കി? അത് നിസ്കാരത്തിൽ മാത്രം ഓതേണ്ട സൂറത്താണെന്നോ? അല്ല, നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട സൂറത്താണ്. അള്ളാഹു ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 7 തവണ ഫാത്തിഹ
ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചാൽ രോഗത്തിന് ശമനമുണ്ടാകുമെന്ന് ആരിഫീങ്ങൾ പറയുന്നുണ്ട്. 17 തവണ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചാൽ ഫലം ലഭിക്കുകയാണ്. ഇതൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 17 തവണ അവന്റെ ജീവിതത്തിൽ പറയേണ്ട ഓതേണ്ട സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. സുന്നത്തായിട്ടല്ല, നിർബന്ധമായിട്ട്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ അഭേദ്യമായ ബന്ധമുള്ള സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കട്ടെ. ക്യാൻസർ രോഗികളുണ്ട്. നമ്മളെ രാവിലെ 6 മണിക്ക് കാണുന്ന മജ്ലിസിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ വേദനകളും അകറ്റി കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഫാത്തിഹ സൂറത്ത് ഓതേണ്ട 3-ാമത്തെ സ്ഥലം പ്രിയമുള്ളവരെ, വിഷമേൽക്കുന്ന സമയത്താണ്. ഏത് വിഷമേൽക്കുന്ന സമയത്തും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മതി. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി സുമ്മിൻ. ഫാത്തിഹ സൂറത്ത് എല്ലാ വിഷത്തിൽ നിന്നും കാവലാണ്. പാമ്പ് കടിച്ചാലും തേള് കടിച്ചാലും അതൊക്കെ പറ്റും, അതിനൊക്കെ പറ്റുന്ന ഒരു മരുന്നാണ് ഫാത്തിഹ സൂറത്ത് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ സ്ഥലം, രാവിലെയും വൈകുന്നേരവും നമ്മൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യണം. രാവിലെ നമ്മൾ ധാരാളം ദിക്റുകൾ ചെല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട്. അങ്ങനെ മറ്റു ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അങ്ങനെ പ്രഭാത ദിക്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു സൂറത്ത് തന്നെയാണ് ഫാത്തിഹ സൂറത്ത്. അതുപോലെ വൈകുന്നേരമായാലും നമ്മൾ ഒരുപാട് ദിക്റുകൾ സൂറത്തുകൾ ഓതാറുണ്ട്. സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ കൗസർ, സൂറത്തുൽ ളുഹ, ഇതൊക്കെ വൈകുന്നേരത്ത് പല സഹോദരിമാരും സഹോദരന്മാരും ഓതുന്നതാണ്. ആ ഓതുന്ന കൂട്ടത്തിൽ നമ്മൾ ഓതേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. വലിയ കവലായി മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ സ്ഥലം, ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലണം. അതിൽപ്പെട്ടതാണ് ഫാത്തിഹ സൂറത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതാൻ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം ഓതാൻ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നാസ് 3 തവണ ഓതാൻ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയും ഓതി മന്ത്രിക്കുക. അങ്ങനെ നമ്മളെ ശരീരത്തിൽ തടവിക്കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കും. രാത്രി നമ്മൾക്ക് കാവല് നിൽക്കും. പേടി സ്വപ്നത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതുപോലെയുള്ള രാത്രിയിലുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മൾക്ക് കാവല് നൽകുകയാണ്. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഒരു നിസ്കാരത്തിൽ മാത്രം ഓതേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 6-ാമത്തെ സ്ഥലം, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. നമ്മളെ വീടെന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്, ആത്മീയതക്ക് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്, റാഹത്തിന് വേണ്ടിയാണ്. ആ വീട്ടിൽ ആത്മീയത വേണോ? ആ വീട്ടിൽ സന്തോഷം വേണോ? ആ വീട്ടിൽ റാഹത്ത് വേണോ? വീട്ടിൽ സമാധാനം വേണോ? വീട്ടിൽ ബറക്കത്ത് വേണോ? വീട്ടിൽ റഹ്മത്ത് വേണോ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിലുള്ളവരോട് സലാം പറയണം. അത് വളരെ പുണ്യമുണ്ടെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു. ഭാര്യയോട് സലാം പറയാം, ഉമ്മയോട് സലാം പറയാം, വിവാഹബന്ധം ഹറാമായവരോടൊക്കെ നമുക്ക് സലാം പറയാം. വിവാഹബന്ധം പറ്റുന്ന ആളുകളോട് സലാം പറയാൻ പറ്റൂല. നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മൂത്തച്ഛൻ്റെ അവിടെ സലാം പറയണ്ട. നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് മൂത്തച്ചിയാണ്, സലാം പറയണ്ട. ഇളയച്ചിയാണ്, സലാം പറയണ്ട. അതല്ലെങ്കിൽ നമ്മൾക്ക് വിവാഹബന്ധം പറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അവരോട് സലാം പറയേണ്ടതില്ല. പക്ഷേ നമ്മൾക്ക് വിവാഹബന്ധം ഹറാമായ ഉമ്മയുണ്ട്, അവിടെ പെങ്ങളുണ്ട്, നമ്മളെ മക്കളുണ്ട്, നമ്മളെ ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം സലാം പറയുക. പറ്റുമെങ്കിൽ കൈ പിടിച്ച് സലാം പറഞ്ഞോ, മുസാഫഹത്ത് ചെയ്തോ, അതിൽ വലിയ ബറക്കത്തുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫാത്തിഹയും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലേണ്ടതുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലേണ്ടതുണ്ട്. ആയത്തുൽ കുർസി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലേണ്ടതുണ്ട്. ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല, ആ വീട്ടിൽ പിശാദിന്റെ ഷർറുകൾ ഉണ്ടാകൂല, പിശാചുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഓതാല്ല ഭാഗ്യം നൽകട്ടെ. അതുപോലെ ഫാത്തിഹ സൂറത്ത് ഓതേണ്ട 7-ാമത്തെ സ്ഥലം നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ആഗ്രഹങ്ങളുണ്ട്, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര ആഗ്രഹങ്ങളുണ്ട്. നല്ല വീട് വേണം, മക്കൾക്ക് നല്ല വിവാഹം വേണം, നല്ല ദാമ്പത്യ ജീവിതം വേണം,
നല്ല ജോലി ലഭിക്കണം, പരീക്ഷയിലൊക്കെ ഉന്നത വിജയം ലഭിക്കണം. അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഫാത്തിഹ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇദാ അറത്ത ഹാജത്തൻ, നീ ഒരു ആവശ്യം കരുതി, ഫഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, എന്നിട്ട് നീ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഹത്താ തഖ്തിമാ തുഖ്ലാ ഇൻഷാ അല്ലാഹ്, അത് തീരുന്നതിന്റെ മുമ്പ് തന്നെ നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന പറയുന്നത്. പക്ഷെ അത് ഓതേണ്ട പോലെ ഓതണം. ചില ആളുകളൊക്കെ ഫാത്തിഹ സൂറത്ത് എങ്ങനെ ഓതല്? ആമീൻ, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞു, അങ്ങനെ ഓതിട്ട് കാര്യമില്ല. ഫാത്തിഹ സൂറത്ത് നല്ല സാവധാനത്തില് ഓതേണ്ട പോലെ മര്യാദക്ക് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഫലം ലഭിക്കും. ഇത് മഹത്തുക്കൾ പറഞ്ഞതല്ലേ, ഇത് ഖുർആനാ നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോട് ഓതിക്കഴിഞ്ഞാൽ തുഖ്ലാ എന്നാ പറഞ്ഞത്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. 8ാമത്തെ സ്ഥലം ദാരിദ്ര്യം നീങ്ങാൻ വേണ്ടിയാണ്. ചില വീടുകളിലൊക്കെ വമ്പൻ ദാരിദ്ര്യമായിരിക്കും, പട്ടിണി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പെരുന്നാളായാല് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ക്യാഷ് ഉണ്ടാവില്ല, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ക്യാഷ് ഉണ്ടാവില്ല, മരുന്നിന് വരെ ക്യാഷ് ഉണ്ടാകാത്ത അവസ്ഥകളുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ എത്ര ആളുകൾക്കുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവെ, ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. അത്തരം ബലാകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ല. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ കുടുംബങ്ങൾക്കോ വരുത്തല്ല റബ്ബേ. 9ാമത്തെ സ്ഥലം, നല്ല നല്ല സദസ്സുകൾ തുടങ്ങുമ്പോഴാണ്. നമ്മളെ വീട്ടിൽ ഒരു മൗലൂദ് തുടങ്ങുകയാണ്, ഒരു മൗലൂദ് ഉണ്ട്. ആ മൗലൂദിന്റെ തുടക്കത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുക. നിക്കാഹാണ്, മക്കളുടെ നിക്കാഹാണ്, അതിന്റെ തുടക്കത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുക. നിശ്ചയമാണ് ഒരു ഫാത്തിഹ സൂറത്ത് ആ സദസ്സിൽ വെച്ച് ഓതുക. അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫംഗ്ഷനുകളാണ്, ഹൗസ് വാമിംഗ് ആണ്, അതല്ലെങ്കിൽ വിവാഹ സദസ്സാണ് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ സൂറത്ത് ഓതാൻ മറക്കരുത്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ആ നടക്കുന്ന സദസ്സിൽ വലിയ ബറക്കത്തുണ്ടാകും. നിക്കാഹിന്റെ സദസ്സിലാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. വീട് തുടങ്ങുന്ന സമയത്താണെങ്കിൽ വീട്ടിൽ വലിയ സന്തോഷവും ഐശ്വര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അപ്പോഴും ഫാത്തിഹ സൂറത്ത് ഓതുക, വലിയ ബറക്കത്ത് ഉണ്ടാകും. അള്ളാഹു ബറക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. സ്ഥലം, നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത്, നമ്മളെ സ്ഥാപനങ്ങളില്, അതല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്തൊക്കെ ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതണം. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടാകുന്നതായി കാണാം. വലിയ ബർക്കത്തുണ്ടാകും, ജോലിയിൽ വലിയ ബർക്കത്തുണ്ടാകും, സാലറിയിലൊക്കെ വർധനവുണ്ടാകും. ജോലിക്കാര് അതല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനൊക്കെ നമ്മളോട് നല്ല നിലക്ക് പെരുമാറുമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ കച്ചവട സ്ഥാപനങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഫാത്തിഹ സൂറത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് കച്ചവടത്തിലും ജോലികളിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അതോടൊപ്പം തന്നെ ടെൻഷൻ വരുന്ന സമയത്ത് ഫാത്തിഹ സൂറത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓരോരുത്തർക്കും പലവിധ ടെൻഷനുകളാണ്. മക്കളെ കുറിച്ച് ടെൻഷൻ, ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ, ഭാര്യയെ കുറിച്ച് ടെൻഷൻ, വീടിനെ കുറിച്ച് ടെൻഷൻ, പരീക്ഷയെ കുറിച്ച് ടെൻഷൻ, കടത്തിനെ കുറിച്ച് ടെൻഷൻ. ഇങ്ങനെ പല ടെൻഷനുകളും അനുഭവിക്കുന്ന പല ആളുകളുണ്ട്. ആ ടെൻഷൻ മാറാനൊക്കെ ഫാത്തിഹ സൂറത്ത് നല്ലതാണ്. കാരണം ഫാത്തിഹ സൂറത്തിൽ വലിയ മരുന്ന് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഭൗതികമായ മരുന്നുമുണ്ട്, ആത്മീയമായ മരുന്നുമുണ്ട്. എല്ലാ രോഗത്തിനും അത് പറ്റും. ആത്മീയമായ രോഗങ്ങൾ മാറാനും ഭൗതികമായ രോഗങ്ങൾ മാറാനൊക്കെ ഫാത്തിഹ സൂറത്ത് നമ്മൾക്ക് പ്രത്യേകമായി മുത്തുനബി നൽകിയതാണ്, അള്ളാഹു നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാ ദുഃഖങ്ങളും അകറ്റിത്തരട്ടെ, എല്ലാ കഷ്ടപ്പാടുകളും അകറ്റിത്തരട്ടെ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിലും കുടുംബത്തിലും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.